നമസ്കാരം. ശബരിമലയിൽ ഹരിവരാസനം പാടി നടയടയ്ക്കുക എന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഈ ഹരിവരാസനം എന്ന് പറയുന്ന അഷ്ടകം ശ്രദ്ധിച്ചപ്പോൾ അതിഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാരാണ് എഴുതിയത് എന്നൊരു അന്വേഷണം. കുളത്തൂർ ചമ്പക്കുടി ശ്രീ ഒരയ്യരാണ് എന്ന് ഒരു വിഭാഗം, അതല്ല മറ്റേതൊരു സ്ത്രീയുടെ പേരും കേട്ടു. പക്ഷെ ഞാൻ അതിൽ സംതൃപ്തനല്ല. കാരണം അതിഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ വിചാരിക്കുന്ന അർത്ഥങ്ങളൊന്നുമല്ല അതിലുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ശ്രേഷ്ഠനായ ഒരാളായിരിക്കണം എന്നുള്ള ഒരു തീരുമാനം, അതിന്റെ പേരിലെ അന്വേഷണം. അപ്പോൾ ഒരു കഥ ഞാൻ കേട്ടു, ഒരൈതിഹ്യം. അതായത് ശങ്കരാചാര്യർ, അദ്ദേഹം തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കെ ശബരിമല പ്രദേശത്ത് വന്നു. അവിടെ ഒരു ചൈതന്യമുണ്ട് എന്ന് തോന്നി അദ്ദേഹം അവിടെ പ്രവേശിക്കുകയും ഇപ്പോൾ ശബരിമല ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലത്തെത്തുകയും അവിടെ അതിമനോഹരമായ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നതും അദ്ദേഹം കണ്ടു. അവിടുത്തെ മലനിവാസികളുടെ സഹായത്തോടുകൂടി ആ ഭാഗമെല്ലാം വെട്ടിത്തെളിയിച്ച് അപ്പോൾ അവിടെ കണ്ട ആ വിഗ്രഹത്തിൽ അദ്ദേഹം പൂജ നടത്തുകയും കുറച്ചു ദിവസം ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് വാവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു നാട്ടുരാജാവ്, വിദേശിയാണ്, ഇവിടെ വന്ന് നാടൊക്കെ അടക്കി പിടിച്ച് ഭരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ചുറ്റുവട്ടത്തുള്ള എല്ലാ സംഘങ്ങളും അടക്കി പിടിക്കാൻ വേണ്ടി നടക്കുകയും ഈ വാർത്ത അദ്ദേഹം കേട്ടു. ഇത് കേട്ടപ്പോൾ ഈ ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ചൈതന്യത്തിന് ഭംഗം വരും. കാരണം ഇവിടെ ധർമ്മം മാത്രമാണുള്ളത്, അധർമ്മത്തിന് പ്രവേശനമില്ല. അപ്പൊ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് പ്രത്യേകതയൊന്നുമില്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കണം, ഇവിടുത്തെ ചൈതന്യത്തെ ഒന്ന് ഉറക്കണം എന്ന് കരുതി അദ്ദേഹം രാത്രി 8 അഷ്ടകങ്ങൾ ചൊല്ലി. അദ്ദേഹം ഈ 8 ശ്ലോകങ്ങൾ ചൊല്ലിയോടുകൂടി അവിടുത്തെ ചൈതന്യം പറ്റങ്ങ് മറഞ്ഞു, ഇല്ലാതായി, ഉറങ്ങിപ്പോയി എന്നാണ് ഐതിഹ്യം. വാവർ ഇവിടെ വരികയും ഈ മല നോക്കുകയും പ്രത്യേകം കണ്ട നല്ല സ്ഥലം എന്ന് കരുതി അദ്ദേഹം എരുമേലിയിൽ അതിന്റെ താഴത്ത് കുറച്ച് ദിവസം അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. ആ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു പള്ളിയും പണി ചെയ്തു. ഇതാണ് പറയുന്നത്. അപ്പോ ഇത് സത്യമാകാൻ സാധ്യതയുണ്ട്. കാരണം അതിഗഹനമാണ് അതിലെ ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥം. ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിയുടെ അനുഗ്രഹങ്ങൾക്ക് നിലയവും വിശ്വത്തെ മുഴുവൻ ആകർഷിക്കുന്നവനും സകല ദിക്കുകളുടെയും ഈശ്വരനും ആരാധ്യങ്ങളായ പാതുകങ്ങളോട് കൂടിയവനും ശത്രുക്കളെ വിമർദ്ദനം ചെയ്തവനും നിത്യവും നർത്തനം ചെയ്യുന്നവനും ഹരിയുടെയും ഹരന്റെയും പുത്രനുമായ ദേവ അയ്യപ്പ, നിന്നിൽ ഞാൻ ശരണം തേടുന്നു. ഹരിയുടെ അനുഗ്രഹങ്ങൾക്ക് ആധാരമായവൻ ഹരി മഹാവിഷ്ണു. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എപ്പോഴും ഉള്ളവനാണ്. പിന്നെയോ വിശ്വത്തെ മുഴുവൻ ആകർഷിക്കുന്നവനാണ്, ലോകത്തെ മുഴുവനും ആകർഷിക്കുന്നവനാണ്. സകല ദിക്കുകളുടെയും ഈശ്വരനാണ്, എല്ലാ ദിക്കുകൾക്കും നാഥനാണ്. ആരാധ്യങ്ങളായ പാതുകങ്ങളോട് കൂടിയവനാണ്. ഏതൊരാൾക്കും ആരാധിക്കാൻ പാകത്തിലുള്ള പാതുകങ്ങളോട് കൂടിയവനാണ് ധർമ്മശാസ്താവ്. ശത്രുക്കളെ വിമർദ്ദനം ചെയ്യുന്നവരാണ്. ശത്രു എന്ന ബാഹ്യമായ ശത്രു മാത്രമല്ല, ആശ്രയിക്കുന്നതിന്റെ മനസ്സിലെ കാമക്രോധ മത മത്സരങ്ങളാകുന്ന ശത്രുക്കളെ കൂടി ഉന്മൂലനം ചെയ്യുന്നവരാണ്. നിത്യവും നർത്തനം ചെയ്യുന്നവരാണ്. ആരാധിക്കുന്നവരുടെ മനസ്സിൽ നിത്യവും കുടികൊള്ളുന്നവനാണ്. ഹരിയുടെയും അതായത് മോഹിനിയുടെയും ഹരന്റെയും പുത്രനുമായ ദേവ അയ്യപ്പ, ഞാൻ നിന്നിൽ ശരണം തേടുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന് അർത്ഥം. ഇനി ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം
നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണകീർത്തനം ചെയ്യുന്ന ശക്തമായ മാനസത്തോടു കൂടിയവനും വിശ്വത്തിന്റെ പാലനത്തിൽ സന്തോഷമുള്ളവനും നൃത്തം ചെയ്യാൻ തൽപരനും ഉദയസൂര്യനെപ്പോലെ പ്രശോഭിക്കുന്നവനും സകല ഭൂതങ്ങൾക്കും നാഥനും ഹരിയുടെയും ഹരന്റെയും പുത്രനുമായ ദേവ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. അയ്യപ്പ, നിന്നിൽ ശരണം തേടുന്നു. ശരണകീർത്തനം ചെയ്യുന്ന ശക്തമായ മാനസത്തോടു കൂടിയവനും എന്ന് വെച്ചാൽ ശരണകീർത്തനം, ശരണം വിളിക്കുന്ന ശക്തമായ മാനസങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാകും എന്ന് വെച്ചാൽ ശരണം വിളിക്കുന്നവരുടെ ഒരു സംഘം, അങ്ങനെ ശരണം വിളിക്കുന്ന മാനസത്തോടുകൂടെ സംഘം ഇദ്ദേഹത്തിനുണ്ടാകും. അങ്ങനെ ശരണം വിളിക്കുന്ന അല്ലെങ്കിൽ ശരണകീർത്തനം ചെയ്യുന്ന ശക്തമായിട്ടൊരു മാനസം ഇദ്ദേഹത്തിനുണ്ട്, ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വിശ്വത്തിന്റെ പാലനത്തിൽ സന്തോഷമുള്ളവരാണ്, ഈ പ്രപഞ്ചത്തിന്റെ പാലനത്തിൽ സന്തോഷമുള്ളവരാണ്. നൃത്തം ചെയ്യാൻ തൽപരനും പ്രപഞ്ചത്തിലും ഭക്തന്മാരുടെ മനസ്സിലും സദാസമയത്തും കളിയാടാൻ തൽപരനും ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്നവനും പിന്നെ സകല ഭൂതങ്ങൾക്കും നാഥനം, അതാണ് ഭൂതനാഥൻ എന്ന് പറയുന്നത്, ആയിട്ടുള്ള നാഥ, അതായത് ഹരിയുടെയും ഹരന്റെയും പുത്ര, മോഹിനിയുടെയും ശിവന്റെയും പുത്രനായ ധർമ്മശാസ്താവേ, അയ്യപ്പ, നിന്നിൽ ശരണം തേടുന്നു. പ്രണയ സത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. പ്രഭാസത്യക സമേതനും പ്രാണനായകനും ഭക്തർക്ക് കൽപ്പത്തരുവും ആയവനും ദിവ്യമായ പ്രഭയുള്ളവനും ഓംകാരമായ പ്രണവത്തിന്റെ ക്ഷേത്രം ആയവനും കീർത്തനങ്ങൾ പ്രീതിയുള്ളവനും ഹരിഹരപുത്രനുമായ ദേവ, നിന്നെ ആശ്രയിക്കുന്നു. അയ്യപ്പ, നിന്നിൽ ഞാൻ ശരണം തേടുന്നു. പ്രഭാസത്യക സമേതനം, പ്രഭയോട് കൂടിയ ശ്രേഷ്ഠമായിട്ടുള്ള സത്യകം, സത്യമായ അവസ്ഥയോട് കൂടിയവനും, അല്ലാതെ പ്രഭാസത്യ എന്ന രണ്ട് ഭാര്യമാരോട് കൂടിയവൻ എന്നല്ല അർത്ഥം. പ്രഭയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ശോഭയുള്ള സത്യത്തോടു കൂടിയവനും പിന്നെ പ്രാണനായകനും, സകല പ്രാണങ്ങൾക്കും, ഈ പ്രപഞ്ചത്തിലുള്ള സകല പ്രാണങ്ങൾക്കും അധിപനും, ഭക്തർക്ക് കൽപ്പത്തരുവും, ഭക്തർ എന്ത് വിചാരിച്ചാലും അവർക്ക് എല്ലാം കൊടുക്കുന്നവനും, ദിവ്യമായ പ്രഭയുള്ളവനും ദിവ്യമായിട്ടുള്ള ശോഭയോട് കൂടിയവനും ഓംകാര സ്വരൂപനും, കീർത്തിക്കുന്നവരിൽ പ്രീതിയുള്ളവനും, ആരാണോ ശരണമന്ത്രത്താൽ കീർത്തിക്കുന്ന അവരിൽ ഇഷ്ടമുള്ളവനും ആയിട്ടുള്ള മോഹിനിയുടെയും ശിവന്റെയും പുത്ര ധർമ്മശാസ്താവേ അഥവാ അയ്യപ്പ, ഞാൻ നിന്നിൽ ശരണം തേടുന്നു. ഇതാണ് ആദ്യത്തെ 3 ശ്ലോകത്തിന്റെ അർത്ഥം. ബാക്കിയുള്ളത് അടുത്ത പോസ്റ്റിൽ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഹരിവരാസനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. കുറച്ച് ജലദോഷമുള്ളതുകൊണ്ട് പാട്ടായിട്ട് പാടുന്നില്ല, വരികൾ പറയാം. ഇന്നലെ പറഞ്ഞതിൽ പ്രണയ സത്യകം പ്രാണനായകം, അതിന്നലെ വ്യാഖ്യാനം പറഞ്ഞു. കുറച്ചും കൂടിയും യുക്തിപരമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ നമുക്കത് എടുക്കാം. ഇവിടെ പ്രണയ സത്യകം, എന്താണ് പ്രണയം, എന്താണ് സത്യകം? സത്യകം എന്ന് പറഞ്ഞാൽ സത്യം ഉറപ്പിക്കൽ എന്നർത്ഥം. പ്രണയം എന്ന് പറഞ്ഞാൽ നയിക്കുക അല്ലെങ്കിൽ നമിക്കുക. അപ്പോ പ്രണയ സത്യകം എന്ന് പറഞ്ഞാൽ ഉറച്ച സത്യത്തിനെ നമിക്കുന്നവനും അല്ലെങ്കിൽ ഉറച്ച സത്യത്താൽ നയിക്കപ്പെടുന്നവനും എന്ന അർത്ഥത്തിൽ വേണം അതെടുക്കാൻ എന്നർത്ഥം. പിന്നെ സകല പ്രാണങ്ങൾക്കും പ്രാണനായകനും ഭക്തർക്ക് കൽപ്പത്തരുവും ആയവനും ദിവ്യമായ പ്രഭയുള്ളവനും ഓംകാരമായ പ്രണവത്തിന്റെ മോക്ഷം
ക്ഷേത്രം ആയവനും കീർത്തനങ്ങളിൽ പ്രീതിയുള്ളവനും ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു. അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇതാണ്. അപ്പോ പ്രണയ സത്യകം എന്ന് പറഞ്ഞാൽ ഉറച്ച സത്യത്തെ നമിക്കുന്നവനും അല്ലെങ്കിൽ ഉറച്ച സത്യത്താൽ നയിക്കപ്പെടുന്നവനും എന്ന് ഈ രണ്ട് അർത്ഥത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അടുത്തത് നാലാമത് തുരകവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരു കൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയെ. തുരകവാഹനം കുതിരയെ വാഹനമാക്കിയവനും സുന്ദരാനനം സുന്ദരമായ മുഖത്തോടു കൂടിയവനും വരഗദായുധം ദിവ്യമായ ഗദ ആയുധമാക്കിയവനും വേദവർണിതം വേദത്താൽ വർണ്ണിക്കപ്പെടുന്നവനും ഗുരു കൃപാകരം ഗുരുവെ പോലെ കൃപ ചൊരിയുന്നവനും കീർത്തനപ്രിയം കീർത്തനങ്ങളിൽ പ്രീതിയുള്ളവനും ഹരിഹരാത്മജം ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു. അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു. അപ്പൊ ഈ വരികളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ശ്രീ ധർമ്മശാസ്താവിനെ സാക്ഷാൽ ഈശ്വരനായി കണ്ടുകൊണ്ടാണ് ശങ്കരാചാര്യർ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ കാരണം ഞാൻ ഇന്നലെ കഥ പറഞ്ഞു. അതിഗഹനമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ കാണുന്ന പദങ്ങൾ, പക്ഷെ ആ പദങ്ങൾക്ക് ഗഹനമായ ഒരു അർത്ഥം ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശങ്കരാചാര്യർ തന്നെയാണെന്ന് പറയാൻ കാരണം. ശങ്കരാചാര്യർ വാമൊഴിയാൽ ചൊല്ലിയ സാധനം പിൽക്കാലത്ത് ശിഷ്യ പരമ്പരകളിലൂടെ വന്ന് കുമ്പക്കുടി ശ്രീ അയ്യര് അത് രേഖപ്പെടുത്തിയിരിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അത് അറിയപ്പെട്ടു എന്നതായിരിക്കാം സത്യം. കാരണം ശങ്കരാചാര്യരെ പോലുള്ള മഹാനുഭാവന്മാർക്ക് മാത്രം കഴിയാകുന്ന ഒരു രചനാ ശൈലിയാണ് ഇവിടെ. അടുത്തത് ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയെ. ത്രിഭുവനാർച്ചിതം 3 ലോകങ്ങളാലും അർച്ചിക്കപ്പെടുന്നവനും, പിന്നെ ദേവതാത്മകം ദേവന്മാരുടെയും ആത്മാവായി വിളങ്ങുന്നവനും, ത്രിനയനം പ്രഭും സാക്ഷാൽ പരമശിവന്റെ മുക്കണ്ണനായ സാക്ഷാൽ ശിവന്റെ സ്വരൂപത്തോടു കൂടിയവനും, ദിവ്യദേശികം ദേശികം ദേശിക എന്ന് പറഞ്ഞ ഗുരു എന്നാണ്, ദിവ്യനായ ഗുരുവും, ദിവ്യദേശികം ത്രിദശ പൂജിതം. ത്രിദശം എന്നുള്ളതിന് എന്റെ കയ്യിലുള്ള പുസ്തകത്തില് 3 കാലങ്ങളിലും നാം പൂജിക്കപ്പെടുന്നു എന്ന അർത്ഥം. അതല്ല, ത്രിദശ എന്നുള്ളതിന് ദേവൻ എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ. അപ്പൊ ദേവന്മാരാൽ അല്ലെങ്കിൽ ദേവനാൽ പൂജിക്കപ്പെടുന്നവനും, ഏത് ദേവൻ എന്നുള്ള ദിവ്യത്വമുള്ളവൻ അല്ലെങ്കിൽ ദ്യോവിലുള്ളവൻ ദിവ്യത്വമുള്ളവൻ ആരോ അവൻ ദേവൻ. അപ്പോൾ ഏകവചനാണ് പ്രയോഗിച്ചിട്ടുള്ളതെങ്കിലും ബഹുവചനത്തിൽ എടുക്കണം. ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനും, പിന്നെ ചിന്തിക്കുന്നത് മുഴുവൻ സത്യമാക്കുന്നവൻ, ചിന്തിതപ്രദം ആയിട്ടുള്ള ഹരിഹരപുത്രനായ ദേവ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു. ഇവിടെ ഈ പ്രണയ സത്യകം എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ നിന്നാണ് സത്യാപ്രഭ. ഈ പ്രണയം എന്നുള്ളതിന് പ്രഭ എന്നൊരു വാക്ക് പ്രഭയോട് കൂടിയത് എന്നൊരു അർത്ഥമുണ്ട്. ചില ഡിക്ഷണറിയിലൊക്കെ അങ്ങനെ കാണും. അപ്പോ പ്രഭ സത്യ എന്ന് 2 ഭാര്യമാരാക്കി ചിത്രീകരിക്കുക ചെയ്തിട്ടുള്ളത് ഇവിടെ. ഇപ്പൊ ഇവിടെ പറയാനുള്ളത് ഞാനിപ്പോ വലിയ പണ്ഡിതനാണ് എന്ന അർത്ഥത്തിലല്ല. പക്ഷേ പണ്ഡിതന്മാർക്ക് യുക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല, യുക്തിയുള്ള ആൾക്കാർക്ക് പാണ്ഡിത്യം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. എന്നാൽ യുക്തിയുള്ളവന് ഒരു പണ്ഡിതനാകാം. എന്നാൽ ഒരു പണ്ഡിതന് ഒരിക്കലും ഒരു യുക്തി ഉള്ള ആളാവാൻ പറ്റില്ല. പഠിച്ചത് മാത്രം പറയുക എന്നുള്ള അവസ്ഥയാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കഥയിലെ ഗരുഡൻ തന്റെ പുത്രനായ മയൂരനെ സുബ്രഹ്മണ്യന് വാഹനമായി നൽകി എന്ന് പറയുന്നുണ്ട്. മയൂരൻ എന്നുള്ള പേരാണ്. തന്റെ പുത്രനായ മയൂരനെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം സുബ്രഹ്മണ്യന് വാഹനമായി നൽകി. പക്ഷെ പിൽക്കാലത്ത് മയൂരം എന്ന് പറഞ്ഞ മയിലാണല്ലോ എന്ന് കരുതി സുബ്രഹ്മണ്യന്റെ വാഹനം മയിലായിട്ട് ചിത്രീകരിച്ചു. അപ്പൊ യാതൊരു ബന്ധവുമില്ല. ഇത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ മയൂരം ഗരുഡന്റെ പുത്രനാണെങ്കിൽ ആ ഗരുഡ പരമ്പര, ആ വംശമല്ലേ ഉണ്ടാവുക.
അതാണ് ഉണ്ടാവേണ്ടത് ഗരുഡന്റെ. അപ്പോ ഇതില് മയിൽ എന്ന് വരാൻ കാരണം മയൂരം എന്ന സംസ്കൃത പദത്തിന് മയിൽ എന്ന അർത്ഥമുള്ളത് കൊണ്ട് മയിൽ വാഹനൻ എന്ന് പറഞ്ഞു. സത്യത്തിൽ മയൂരൻ എന്നുള്ളത് പേരാണ്. ഇപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണ വന്നു. ഇനി അത് മാറ്റാനൊന്നും ഒരിക്കലും കഴിയില്ല. ജനങ്ങളുടെ ഉള്ളിൽ ഇതങ്ങ് തറഞ്ഞു കഴിഞ്ഞു, മയിൽ വാഹനാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഇതൊരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റില്ല, അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കുക. വിഷ്ണു പുരാണത്തിലൊക്കെ പറയുന്നുണ്ട്, 2-3 പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ഗരുഡൻ തന്റെ പുത്രനായ മയൂരനെ സുബ്രഹ്മണ്യന് വാഹനമായി നൽകി എന്നുള്ളത്. മയൂരൻ പേരാണ്, പക്ഷേ മയൂരം എന്ന വാക്ക് മയിലായതുകൊണ്ട് പിൽക്കാലത്ത് സുബ്രഹ്മണ്യന്റെ വാഹനം മയിൽ എന്ന അർത്ഥത്തിൽ വന്നു. ഒരു യോദ്ധാവായിട്ടുള്ള സുബ്രഹ്മണ്യനെ സംബന്ധിച്ചിടത്തോളം മയിലിനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? മയിലിന് അത്ര അധികം ഉയരത്തിൽ പറക്കാനും ഒന്നും കഴിയില്ല. ഒരു മരത്തിനും മുള്ളിക്ക് കഷ്ടി പാറുമായിരിക്കാം. എന്നാൽ ഗരുഡൻ അങ്ങനെയല്ല. അപ്പൊ ഗരുഡന്റെ പുത്രനാണെങ്കിൽ ആ ഗുണം ഉണ്ടാവുമല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇത് മനഃപൂർവ്വം ചെയ്തായിക്കൊള്ളണമെന്നില്ല, തെറ്റായ ചിന്തയിലൂടെ പോയതാണ്. അതേമാതിരി അവസ്ഥ ഇവിടെ പ്രഭാസത്തിലെ സമയത്ത് 2 ഭാര്യമാരായിട്ട് വർണ്ണിക്കുക ചെയ്തത്. സത്യത്തിൽ അതല്ല അർത്ഥം. സത്യമായ സത്യനിഷ്ഠയെ നമിക്കുന്നവൻ അല്ലെങ്കിൽ സത്യനിഷ്ഠയാൽ നയിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലുള്ള പ്രണയസത്യകം എന്നുള്ളതിന്, പ്രണയം എന്നുള്ളതിന് ശോഭ എന്നൊരർത്ഥം, പ്രഭ എന്നൊരർത്ഥം, പ്രഭയോടുകൂടിയ ശോഭയോടുകൂടി, അപ്പൊ ആ പ്രഭ സത്യസമേതനായിട്ട് എന്നൊരർത്ഥം വന്നു. അപ്പോ ഇങ്ങനെ തെറ്റായി ധരിക്കുക, അതിന്റെയാണ് രാമായണത്തിലും പറ്റിയുള്ളത്. സാദരം ഭുക്ത്വ ഭക്ഷിച്ച് എന്ന അർത്ഥമാണ് എടുത്തത്. പക്ഷെ അങ്ങനെയല്ല. സാദരം ഭുക്ത്വ, ഭുജം കയ്യെ ഭുക്ത്വ, കൈക്കൊണ്ട് സ്വീകരിച്ച് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ആ അർത്ഥമാണ് എടുക്കേണ്ടത്. അതിനു പകരം ഭക്ഷിച്ച് എന്ന അർത്ഥം എടുത്തുകൊണ്ടാണ് രാമായണത്തിൽ രാമൻ മാംസം ഭക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ള സംഗതി വന്നത്. അതായത് നമ്മൾ യുക്തിപരമായി ചിന്തിക്കും. ഒരു സംഗതി ഉറപ്പിക്കുന്നതിന് മുമ്പ് പല വശങ്ങളും നമ്മൾ ചിന്തിച്ച് ഒരു ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ അത് അപകടത്തിലാകരുത്. ഞാൻ ഈ കഥ വായിച്ച ഉടനെ തന്നെ, പുരാണം വായിച്ച മനസ്സിലാക്കി എങ്ങനെയാണ് ഈ സുബ്രഹ്മണ്യൻ ഇങ്ങനെ വന്നത് എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ പിടികിട്ടിയത്. മയൂരൻ എന്നെ മലയാള പദമാക്കിയെടുത്ത് അത് മലയാളീകരിച്ചു. അപ്പോഴാണ് മയിൽവാഹനം എന്ന് വന്നത്. സത്യത്തിൽ മയൂരൻ എന്നുള്ള പേരാണ്. അപ്പൊ ഇങ്ങനെ സാധാരണ നമ്മൾ കേട്ടുന്ന പ്രണയം, സത്യം, ഇതൊക്കെ സാധാരണ വാക്കുകളാണ്. പക്ഷെ അതിന് അതിഗഹനമായ അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശങ്കരാചാര്യരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശങ്കരാചാര്യർ അങ്ങനെ ചൊല്ലിയ ആ അഷ്ടകം പിൽക്കാലത്ത് ശിഷ്യപരമ്പരയാൽ ചൊല്ലി വന്ന് പിൽക്കാലത്ത് അത് ഈ കുമ്പക്കുടി അയ്യരുടെ കയ്യിൽ കിട്ടുകയും അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അയാളുടെ പേരിൽ അറിയപ്പെട്ടു. ഇതാണ് സത്യം. നന്ദി, നമസ്കാരം.